आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹരിബിന്ദി മൃദുല ഗർഗ് രചിച്ച കഹാനിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ നായിക രാവിലെ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും തൻ്റെ ഹസ്ബൻഡ് രാജൻ കൂടെ ഇല്ല എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് അവൾ വീണ്ടും ആസ്വദിച്ചുറങ്ങുകയും അതിനുശേഷം കുളിച്ച് വസ്ത്രമണിഞ്ഞ് പുറത്തേക്ക് പോകുന്ന രംഗമാണ് അതുവരെയാണ് നമ്മൾ പഠിച്ചത്. വസ്ത്രമണിയുന്ന സമയത്ത് തികച്ചും വ്യത്യസ്തമായ ഡ്രസ്സിന് വ്യത്യസ്തമായ പൊട്ടാണ്, തിലകമാണ് അവൾ ചാർത്തുന്നത്. രാജനുണ്ടായിരുന്നെങ്കിൽ പലതിനും കുറ്റം പറയുകയും പലതും ഇടാൻ സമ്മതിക്കാറും ഇല്ലായിരുന്നു. पिछले कक्षा में हमने हरिबिंदी मृदुला गर्ग की कहानी पढ़ रहे थे. उसमें नायिका सुबह उठते समय अपने पति राजन उनके पास नहीं है, इसलिए वो थोड़ी और सो लेती हैं. उसके बाद नहाकर वस्त्र कपड़ा पहनकर बाहर जाने की तैयारी होती है. वस्त्र पहनते समय बिल्कुल उल्टा बिंदी लगाती हैं. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പോകുന്ന സമയത്ത് മുണ്ടു എന്ന് പറയുന്ന വേലക്കാരൻ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോൾ പേടിച്ച് അവരത് കയ്യിൽ മുറുക്കി പിടിക്കുന്നു, ഉള്ളം കയ്യിൽ മുറുക്കി പിടിക്കുന്നു. മുണ്ടുവിന് എന്ത് വേണമെങ്കിലും, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലീവ് എടുക്കാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. जब वो बाहर कपड़ा पहनकर बाहर बैग लेकर जाती है तब बरामदे में मुंडू बैठकर राजन की सिगरेट पी रहा था, तो वह डरकर अपने हथेली पर छिपा लेता है. मुंडू से कहती है वो कि आपको जो चाहें बना लेते हैं, नहीं तो छुट्टी लीजिए. ऐसी कहकर वो बाहर जाती हैं. अगला भाग है पेज नंबर 18 के आखिरी जो वाक्य है, जो सेंटेंस है, वो हम पढ़ेंगे. 18ാമത്തെ പേജിലെ അദ്ദേഹം അവസാനത്തെ ആ ഒരു 2 ലൈനാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. बिना इसकी चिंता किए कि ठीक कहाँ जाएगी या क्या करेगी, वो सड़क पर कुछ दूर चलती गई. बस इतना ज़रूर जानती है कि आज का दिन यूं ही नहीं जाने देगी. നായിക പറയാണ്, बिना इसकी चिंता किए ठीक कहाँ जाएगी. उसको पता नहीं है कहाँ जाना है, क्योंकि राजन होते तो सदा समय उनके पास होता, उनके अनुसार जाता, വസ്ത്ര പെഹൻത കാത്ത. രാജനുണ്ടായിരുന്നെങ്കിൽ രാജൻ്റെ ഇഷ്ടപ്രകാരമാണ് ഭക്ഷണം കഴിക്കുന്നതും വസ്ത്രമണിയുന്നതും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നതും. പക്ഷെ ഇന്ന് രാജനില്ല, അവൾ വളരെ സ്വതന്ത്രയാണ്. പക്ഷെ അവൾക്കറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. वो सड़क पर कुछ दूर चलती गई, बस इतना ज़रूर जानती है कि आज का दिन यूं ही नहीं जाने देगी. वो तय करती है कि आज का दिन यूं ही नहीं जाने देगी. ഇന്നത്തെ ദിവസം അങ്ങനെ വെറുതെ കളയാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൾ തീരുമാനമെടുക്കുന്നു.
कुछ तय करने के पहले ही वर्ष आरंभ हो गई। बारिश होने लगी, മഴ പെയ്യാൻ തുടങ്ങി. അവൾ തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. उसने कुछ दूर भागकर टैक्सी को आवाज़ लगाई और भीतर घुसकर सोचने लगी. अब കുറച്ച് ദൂരം ഓടിയിട്ട് ടാക്സി വിളിക്കുകയും എന്നിട്ട് അതിനകത്തേക്ക് കയറിയിട്ട് चिंतिकियान. अब वो टैक्सी को बुलाई और अंदर घुस गई और सोचने लगी. अब टैक्सी ली है तो कहीं ना कहीं जाने को कहना ही पड़ेगा. ടാക്സി എന്തായാലും വിളിച്ചു, അതിനകത്ത് കയറുകയും ചെയ്തു. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോയേ പറ്റൂ. എവിടേക്ക് പറയും? കഹാ ജായേഗി? ऐसे सोचने लगी. जहांगीर आर्ट गैलरी. उसने जो सबसे पहले मुंह में आया वही कह दिया. അവൾക്ക് ആദ്യം വായിൽ വന്നത് ജഹാംഗീർ ആർട്ട് ഗാലറി. ജഹാംഗീറിലെ ആർട്ട് ഗാലറി എന്നാണ് പറയാൻ ആദ്യം തോന്നിയത്. उसके मुंह में पहले यह आया कि जहांगीर आर्ट गैलरी वही कह दिया. അങ്ങനെ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ നിന്ന് ടാക്സിക്കാരനോട് പറയുകയും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയും ചെയ്യുന്നു. गैलरी में किसी आधुनिक चित्रकार को प्रदर्शनी हो रही थी. അങ്ങനെ ആർട്ട് ഗാലറിയിൽ എത്തുകയും അവിടെ ഒരു മോഡേൺ ചിത്രകാരൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. वो गैलरी में पहुंचा तब वहाँ आधुनिक चित्रकार की प्रदर्शनी हो रही थी. विशेष कुछ समझ में नहीं आया पर आनंद अवश्य आया. उसको समझ में कुछ भी नहीं आया लेकिन वो आनंद बहुत लिया. അവൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ആർട്ട് ഗാലറിയിൽ കയറിയിട്ട് ചിത്രങ്ങളൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ വളരെയധികം ആനന്ദം കൊണ്ടു, സന്തോഷിച്ചു. आज कुछ भी करने में आनंद आ रहा है. ഇന്ന് എന്താ അറിയില്ല, എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു സന്തോഷമുണ്ട്. जो कुछ कर रहा है आनंद से कर रहा है. एक चित्र के आगे वो काफ़ी देर तक खड़ी रही. ഒരു ചിത്രത്തിൻ്റെ മുന്നേ ആയിട്ട് അവൾ കുറേ നേരം നിന്നു. एक चित्र के सामने बहुत देर तक वो खड़ी. देखा पूरे कैनवास पर रंग बिरंगी रेखाएं इधर उधर दौड़ी चली जा रही हैं. अरे उसने सोचा ये तो बिल्कुल मेरे कुर्ते के समान है. ഒരു ക്യാൻവാസ് കണ്ടപ്പോൾ അതിനകത്ത് ഫുള്ള് നിറങ്ങൾ, പല തരത്തിലുള്ള നിറങ്ങൾ, അതിൻ്റെ രേഖകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് പോലെ, ഓടുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു. അവൾ ചിന്തിച്ചു, ഇത് ശരിക്കും എൻ്റെ കുർത്തയെ പോലെ, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തെ പോലെ ഉണ്ട് ഈ നിറങ്ങൾ. ക്യാൻവാസ് നോക്കിയപ്പോൾ ഫുള്ള് പലതരത്തിലുള്ള നിറങ്ങൾ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. कैनवास के वो रंग देखकर उनको लगती है कि अपने कपड़े जैसे यानी कुर्ते के जैसा है. वो जोर से हंस पड़ी. वो देखकर वो जोर से हंस पड़ी. ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അത് കണ്ടിട്ട്. इतने जोर से कि पास खड़ा एक दाढ़ियाल आदमी उसे घूरने लगा. അത്രയ്ക്കും ശബ്ദത്തിലാണ് ചിരിച്ചത്. അത് കാരണം അടുത്തുള്ള ദടിയാൽ, താടിയും മീശയുമുള്ള ദടിയാൽ का अर्थ है താടിയും മീശയുമുള്ള ആദ്മി ഉസെ घूरने लगा. തുറിച്ചു നോക്കി. पास वाले दड़ियाल ने वो हंसी सुनकर घूरने लगा. कहीं यही तो चित्रकार नहीं है बेचारा, ज़रूर चित्र अत्यंत त्रासद रहा होगा. എന്നിട്ട് അവൾ പറയുകയാണ്, അവൾ ചിന്തിക്കുകയാണ്, ഇതിനി ചിത്രകാരനാണ്, ഈ ചിത്രം വരച്ച ആളാണോ? കഹി യഹി തോ ചിത്രകാർ നഹി ഹൈ ബേചാര, പാവം. ജറൂർ ചിത്ര അത്യന്ത് ത്രാസത് രഹാ ഹോഗ. ശരിക്കും ഭയങ്കര ട്രാജഡി ആയിരിക്കാം ഈ ചിത്രം. അയാൾ വരച്ച സമയത്ത് ഭയങ്കര ട്രാജഡി നിറഞ്ഞ ഒരു വർക്കായിരിക്കാമെന്ന് അവൾ
चिंतिക്കുകയാണ്. उसने चेहरे को सानुकूल बनाया और घड़ियाल के पास जाकर विनम्रता से कहा സോറി. അവൾ തൻ്റെ മുഖം ചിരിയിൽ നിന്നൊക്കെ മാറ്റി ഒരു അനുകൂല മുഖമാക്കി ബഹുമാനത്തോടു കൂടി ആ ധടിയാൽ കെ പാസ്, ആ താടി മീശയുമുള്ള ആളുടെ അടുത്തേക്ക് പോയിട്ട് വിനമ്രതാ സെ കഹ, വിനയത്തോടു കൂടി പറഞ്ഞു സോറി. वो दड़ियाल के पास जाकर वो बोली, विनम्रता से बोली सॉरी. और फ़ौरन बाहर निकल आई. എന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്നു. बाहर निकल कर ख्याल आया हो सकता है वो कलाकार ना हो, कोई उद्योगपति हो. പുറത്ത് വന്നപ്പോൾ അവൾ ചിന്തിച്ചു, ചിലപ്പോൾ ആ താടിക്കാരൻ കലാകാരനായിരിക്കില്ല, ചിത്രകാരനായിരിക്കില്ല, ഏതെങ്കിലും വ്യവസായി ആയിരിക്കും എന്ന് അവൾ ചിന്തിച്ചു. उसने सोचा कि वो कलाकार ना हो, कोई उद्योगपति हो. दो किस्म के इंसान ही दाढ़ी रखने का साहस कर सकते हैं, कलाकार और सामंत. और वो सोचती है कि दो तरह के इंसान दाढ़ी रखने का प्रयास या साहस कर सकते हैं, वो है कलाकार और सामंत. രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് കൂടുതലും ദാടി വയ്ക്കുന്നത്, അത് വയ്ക്കാൻ സാഹസം കാണിക്കുന്നത്. കലാകാരന്മാരും അതുപോലെ തന്നെ പ്രഭുക്കന്മാരും. സാമന്ത് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരാണ്. सामंत तो अब रहे नहीं, प्रभुकन्मार इन्न इल्ल, प्रभु अब नहीं है. उनका स्थान उद्योगपतियों ने ले लिया है. അവരുടെ സ്ഥാനം ഇന്ന് വ്യവസായികളാണ്. ആ സ്ഥാനത്തുള്ളത് ഇന്ന് വ്യവസായികളാണ്. उसके स्थान पर अब उद्योगपतियों हैं. प्रभुओं के स्थान पर अब उद्योगपतियों है. तब तो दिन भर यही सोचता रहेगा, इसमें सॉरी क्यों कहा. वो दाढ़ी वाला सोचने लगेगा कि पूरे दिन सोचेंगे कि इसने सॉरी क्यों कहा. मैंने यानी നായിക ഉസെ സോറി ക്യോं കഹാ. നായിക എന്തിനാണ് സോറി അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് ആ താടിക്കാരൻ ഒരു ദിവസം മുഴുവൻ चिंतिക്കും. फिर देखा वर्ष तमी हुई है और आकाश अभी भी काफ़ी गुस्से नज़र आ रहा है. वो बाहर है और ऊपर देखते समय बारिश तो रुका हुआ है, लेकिन आकाश काफ़ी गुस्सा नज़र आ रहा है. बारिश മഴ നിന്നു, പക്ഷേ ആകാശം വളരെ രോഷം ഉൾക്കൊണ്ടുകൊണ്ട് അവൾക്ക് കാണപ്പെട്ടു, അല്ലെങ്കിൽ അവൾ ദർശിക്കപ്പെട്ടു. ആകാശം വളരെ രോഷാകുലനായിട്ട് നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. पूरा भरोसा नहीं, उसने सोचा. और फिर सड़क थाम ली. ഇന്ന് മുഴുവൻ മഴ പെയ്തില്ല. पूरा भरोसा नहीं है बारिश, उसने सोचा, അവൾ ചിന്തിച്ചു. और फिर सड़क थाम ली, എന്നിട്ട് रोडिलेक्कु पोई. सड़क की ओर चली गई. सड़क के किनारे एक रेस्टोरेंट को देखकर याद आया कि काफ़ी जोर से भूख लगी है. റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ സൈഡിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടൽ കാണുകയും കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുന്നു. उसको भूख लगी है. जब वो सड़क के किनारे एक रेस्टोरेंट को देखते समय उसको काफ़ी भूख लगती है. भीतर जाकर झटपट आदेश दिया. एक गर्मा गर्म टिक्किया की प्लेट और एक आइसक्रीम एक साथ.
അകത്തേക്ക് പോയിട്ട്, ആ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് പോയിട്ട് അവൾ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, ആദേശ് ചെയ്തിട്ട് നിർദ്ദേശം കൊടുത്തു. നിർദ്ദേശം കൊടുക്കുക, ഏക്ക് ഗർമാഗരം ചൂടുള്ള ടിക്കിയ, അതൊരു തരം ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ ആലു സെ ബനായ ഹുവ ഏക്ക് भोजन है, टिकिया की प्लेट और एक आइसक्रीम एक साथ. ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അതിൻ്റെ കൂടെ തന്നെ അവൾ ഓർഡർ കൊടുത്തു, നായിക ഓർഡർ കൊടുത്തു ഐസ്ക്രീമും. രണ്ടും ഒപ്പരം പോരട്ടെ എന്ന് പറഞ്ഞു. എക് സാത്ത് ബേറേനെ പൂച്ച, രണ്ടും ഒരുമിച്ചോ? അവിടുത്തെ ഭക്ഷണം കൊണ്ടുകൊടുക്കുന്ന ആൾ ചോദിച്ചു. ബേറെ, ഹാ കോയി എത്രാസ് ഹേ ക്യാ? അതിനെന്താ കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന രീതിയിൽ അവൾ ചോദിക്കുന്നു. അങ്ങനെ അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. വെയിറ്റർ അതിനിടയിൽ വെയിറ്റർ ചോദിക്കുന്നു, രണ്ടും ഒരുമിച്ചോ എന്ന്. കാരണം രണ്ടും ഉൾട്ട ഭക്ഷണമാണ്, തലതിരിഞ്ഞ രീതിയിലുള്ള ഭക്ഷണമാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഭക്ഷണ പദാർത്ഥവും ഐസ്ക്രീമും അങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരാൾ. കാരണം ഇന്ന് നായികയ്ക്ക് വളരെ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു ദിവസമാണ്. കൂടെ ഹസ്ബൻഡ് ഇല്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള സ്വഭാവ രീതികളായിരിക്കും. അവൾക്കൊരു തരത്തിലും സന്തോഷിക്കാനുള്ള ഇട അദ്ദേഹം വരുത്താറുണ്ടായിരിക്കില്ല. അതുകൊണ്ട് പുള്ളിക്കാരനില്ലാത്ത സമയമാണ്. അതുകൊണ്ട് മാക്സിമം അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ജി നഹി ലായ. അങ്ങനെ നമ്മുടെ വെയിറ്റർ, എനിക്കൊരു എതിർപ്പുമില്ല, എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് നായിക ചോദിച്ചപ്പോൾ ഒരു എതിർപ്പുമില്ല, ഞാൻ ഇപ്പോൾ കൊണ്ടുതരാമെന്ന് പറയുകയും ജിലായ ഉസെ ടണ്ട ഒരു ഗരം സാത്ത് കാന ബഹുത് ബലാ ലഗ്താ ഹൈ. അവൾക്ക് തണുത്തതും ചൂടുള്ളതും ഒരുമിച്ച് കഴിക്കുക എന്നത് പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. उसको अच्छा लगता है ठंडा और गर्म एक साथ खाना. दांत खराब हो जाते हैं, कहते हैं दांत खराब हो जाते हैं, कितना चटपट काम हो गया आज. राजन रहता है तो बढ़िया जगह बैठकर आराम से खाने की सूची देखने के बाद सोच विचार कर आदेश दिए जाते हैं. രാജനുണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു പല്ലൊക്കെ കേടുവരും. അതുപോലെ തന്നെ രാജനുണ്ടായിരുന്നെങ്കിൽ പറയും, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടാണ് ഭക്ഷണം, ഒരു ഹോട്ടലിൽ കയറിയാൽ ഭക്ഷണത്തിൻ്റെയൊക്കെ ലിസ്റ്റ് നോക്കിയിട്ട് വളരെ ചിന്തിച്ച് നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇന്ന് എത്ര പെട്ടെന്നാണ് എനിക്ക് കിത്നാ ചട്പട്ട് കാം ഹോ ഗയ ആജ്, വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം പറയാനും കഴിക്കാനും സാധിച്ചു എന്ന് അവൾ പറയാണ്. രാജൻ ഹോ തോ യേ അസംഭവ് ഹോഗ, രാജൻ ഹോ തോ सूची देखने के बाद सोच विचार कर आदेश दिए जाते हैं. खाकर बाहर निकली तो सोचा किसी पास वाले सिनेमा घर में पिक्चर देख ली जाए. അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്ത് വന്നപ്പോൾ അവൾ ചിന്തിച്ചു, ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും തിയേറ്ററിൽ പോയിട്ട് എന്തെങ്കിലും പിക്ചർ കണ്ടാലോ എന്ന്. कोई पिक्चर देख ली जाए. बाहर आते समय वो सोचा. किस्मत से अंग्रेज़ी की एक पुरानी मजाकिया पिक्चर मिल गई, डेनी के की. ഭാഗ്യവശാൽ ഇംഗ്ലീഷ് ഒരു പഴയ കോമഡി പടം തിയേറ്ററിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഡെന്നി കെ എന്ന് പറയുന്ന കോമഡി ഹീറോ, ഡെന്നി കെ എന്ന കോമഡി ഹീറോ ആണ്. ആ ഹീറോൻ്റെ ഒരു പിക്ചർ കളിക്കുന്നുണ്ടായിരുന്നു.
राजन कहता है, न जाने तुम्हें कैसे पसंद है, मुझे तो उसके बचपने पर हंसी नहीं आती। पर उसे तो आती है, खूब आती है, और फिर हंसी पर हंसी आती है। कभी कभी बेबात आती है, जैसे आज। എനിക്ക് രാജൻ ഉള്ളപ്പോൾ പറയാറുണ്ടായിരുന്നു, ഞാൻ ജാനെ തുമേ കൈസെ പസന്ത്, നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്ടം, ഈ കോമഡി നടനെ എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടമെന്ന് രാജൻ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാറുണ്ടായിരുന്നു. മുझे तो उसके बचपने पर हंसी नहीं आती. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുട്ടിത്തം എനിക്കിഷ്ടം അല്ലെങ്കിൽ ചിരി വരാറില്ല എന്ന് രാജൻ പറയും. നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരി വരുന്നത്? पर उसे तो आती है, खूब आती है, और फिर हंसी पर हंसी आती है. कभी कभी बेबात आती है, और जैसे आज. എന്നെ സംബന്ധിച്ച് എനിക്ക് ചിരിയോട് ചിരിയാണ് വരിക, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കളി അല്ലെങ്കിൽ കുട്ടിത്തം ഒക്കെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കോമഡി കാണുമ്പോൾ. പക്ഷേ രാജൻ അങ്ങനെ ഫീൽ ചെയ്യാറില്ല. എപ്രകാരമാണോ ആനന്ദത്തോടു കൂടി ഞാൻ ചിരിക്കുന്നത്, അപ്രകാരം എനിക്ക് അദ്ദേഹത്തിൻ്റെ പടം കാണുമ്പോൾ ചിരി വരാറുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ എനിക്ക് ചിരി വരാറുണ്ടെന്നാണ് ഇവിടെ നായിക പറയുന്നത്. पिक्चर के दौरान वह आज और दिनों से भी अधिक ठहाके लगा. അങ്ങനെ പിക്ചർ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നു. അന്ന് രാജൻ്റെ കൂടെ സിനിമ കണ്ടിരുന്നതിനേക്കാൾ അധികം പൊട്ടിച്ചിരി, അട്ടഹാസമാണെന്ന് ഇവിടെ നായിക തിയേറ്ററിൽ ഉണ്ടാക്കുന്നത്. पहले राजन के साथ उतना हंसती नहीं थी, लेकिन आज वो ठहाके लगा रही थी. पास बैठे आदमी की सूरत तो अंधेरे में नहीं दिख रही थी, पर हंसने में वह उससे 2 कदम आगे ही था. तो पिक्चर देख रही है. पिक्चर देखते समय उनके पास एक आदमी बैठा हुआ है. उस आदमी की सूरत तो अंधेरे में नहीं दिख रही है, पर हंसने में वो उससे 2 कदम आगे ही था. അങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്ന സമയത്ത് വളരെ ഇരുട്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും തിയേറ്ററിൽ. ആ സമയത്ത് അടുത്തിരിക്കുന്ന ആളുടെ മുഖമൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരാൾ നായികയുടെ അടുത്തിരുന്ന് നായികയെക്കാളും ചിരിക്കുന്നുണ്ടായിരുന്നു. അത് 2 പടി 2 കദം 2 സ്റ്റെപ്പ് മുന്നിലായിരുന്നു ആ ചിരി. अदाकर की एक बेचारगी की मुद्रा पर वे दोनों इतनी जोर से हंसे कि उनके हाथ आपस में टकरा गए. വലിയ ഹാവഭാവങ്ങളോ ശൃംഗാര ചേഷ്ടകളോ പാവമെന്ന ഭാവങ്ങളോ, ബേച്ചാരി എന്ന് പറഞ്ഞാൽ പാവം എന്ന ഭാവം, बेचार की भाव, अदाकर का मतलब है ഹാവഭാവങ്ങൾ. की मुद्रा पर वे दोनों इतनी जोर से हंसे कि उससे हाथ आपस में टकरा गए. അവർ എല്ലാം തുറന്ന് ചിരിക്കുകയും പെട്ടെന്ന് അവരെ കൈകൾ രണ്ടും കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. अपने हाथ, दोनों के हाथ आपस में टकरा गए. सॉरी कहने के विचार से एक दूसरे की ओर मुड़े, पर माफ़ी मांगने की बजाय एक ठहाका और लगा गए. കൈമുട്ടിയപ്പോൾ സോറി പറയുന്നതിന് പകരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞ് പരസ്പരം
മുഖത്തോട് മുഖം നോക്കിയിട്ട് മാഫി മംഗനേക്ക് ബജായ് മാപ്പ് പറയുന്നതിന് പകരം ടഹാക്ക ഓർ ലഗാ ഗയെ പൊട്ടിച്ചിരിച്ചു. വീണ്ടും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പൊട്ടിച്ചിരിച്ചു. वो माफ़ी नहीं मांगा लेकिन दोनों आपस में एक दूसरे को देखकर ठहाका और लगा गए. उसके बाद हर बार यही हुआ. हंसी आने पर अनायास वे एक दूसरे को देखते और फिर मिलकर हंसते. അങ്ങനെ എല്ലാ പ്രാവശ്യവും അത് തന്നെ സംഭവിച്ചു. അവർ പരസ്പരം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ചിരിക്കാനൊക്കെ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് एक दूसरे को देखकर हर बार हंसने लगा. पिक्चर समाप्त होने पर वे साथ साथ बाहर निकले तो देखा 4:30 बजे ही काफ़ी अंधेरा हो चला है. आकाश यूं तना खड़ा है कि बस अब बरसा. അങ്ങനെ ഫിലിം കഴിഞ്ഞതിന് ശേഷം രണ്ട് പേരും ഒരുമിച്ച് പുറത്തേക്ക് വരികയും പുറത്തേക്ക് നോക്കിയപ്പോൾ സമയം 4:30 മണിയായി. ഇരുട്ടാവാൻ തുടങ്ങി. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശ് में यूं तना खड़ा है कि बस अब बरसा. ഇപ്പം മഴ കാർമേഘം ഇരുണ്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പം മഴ പെയ്യുമെന്നുള്ള ഒരു രീതിയിലാണ് കാലാവസ്ഥ. बारिश अब हो जाएगी. अंधेरा होने लगा है. समय 4:30 बजे. जब वो दोनों बाहर आते समय ऐसा अंतरिक्ष है. कितना सुहावना दिन है. എത്ര സുന്ദരമായ ദിവസം ആണ്. उसने अपने पड़ोसी से कहा. തൻ്റെ അരികത്തുള്ള അയൽവാസിയോട് പറഞ്ഞു. അതായത് സിനിമ ഒരുമിച്ചിരുന്ന് കണ്ട ആ പുള്ളിക്കാരനോട് പറഞ്ഞു. സുഹാന, സുന്ദരമോ? ഉസ്നെ കുച്ച് അജറജ് മേ കഹ. എന്തോ ഒരു കൺഫ്യൂഷനോടുകൂടി കൺഫ്യൂഷൻ പറഞ്ഞു. യാ ബേരംഗ്. സുഹാവനെ കാ ഉൾട്ടാ അർത്ഥ ഹെ ബേരംഗ്, അസുന്ദരം. സുന്ദരമാണോ അതോ അസുന്ദരമാണോ എന്ന് ചോദിച്ചു. ഹാ കിത്ന സുഹാവന ബേരംഗ് ദിൻ ഹെ. ആ എത്ര സുന്ദരമാണ്, സുന്ദരത്തോടു കൂടിയുള്ള അസുന്ദരമായ ദിവസം എന്ന് പറഞ്ഞു. ഹസ്പട, അത് കേട്ടിട്ട് ചിരിച്ചു. സമസ്താഹും യഹാ സൂരജ് തോ रोज ही निकलता है पर धुंध कभी कभी होती है. 8 महीनों में आज पहली बार उसने कहा. ഒരു പുള്ളിക്കാരൻ പറയുകയാണ് ചിരിച്ചുകൊണ്ട്, മനസ്സിലാവുന്നു. ഇവിടെ സൂര്യൻ എന്നും ഉദിക്കാറുണ്ട്. पर धुंध, പക്ഷേ മൂടൽമഞ്ഞ് കൊഹ്റ കബി കബി ഹോത്തി ഹെ. ഇങ്ങനെ മൂടൽമഞ്ഞ് നിറഞ്ഞൊരു അന്തരീക്ഷം ചിലപ്പോഴൊക്കെയാണ് ഉണ്ടാകാറ്. 8 महीनों में आज पहली बार, 8 മാസത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അന്തരീക്ഷം. അതായത് പ്രകൃതിയും അവരുടെ സന്തോഷത്തിൽ കൂട്ടുനിൽക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളും വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അന്തരീക്ഷം അവരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ ലേഖിക ഉദ്ദേശിക്കുന്നത്. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. तो आज की कक्षा संक्षिप्त रूप में ज़रा हम याद करेंगे.
नायिका घर से निकलकर सड़क पर सोचती है कि कहाँ जाऊं, कोई निर्णय नहीं लेती है। टैक्सी को बुलाती है। वो जहांगीर के आर्ट गैलरी की ओर चलती है और कोई नाम उनके मुंह में नहीं आया। वहाँ जाकर रंग बिरंगे चित्र देखकर वो हंसती है। अपनी वस्त्र के जैसा उसे लगती है वो रंग देखकर। तो पास वाले दाढ़ी वाला घूर कर उसे देखती है। तो वो सोचती है वो कई चित्रकार ना हो। वो क्षमा मांगती है और बाहर निकलती है। उसके बाद एक रेस्टोरेंट में जाकर मनपसंद खाना खाती है। उसके बाद पिक्चर को जाती है, फिल्म देखने के लिए जाती है। तो वहाँ एक अनजान आदमी से परिचय होती है। दोनों एक साथ हंसते हैं। इतना हम आज पढ़ा है. നായിക വീട്ടിൽ നിന്ന് വസ്ത്രമൊക്കെ ഇട്ട് ബാഗൊക്കെ എടുത്ത് ഇറങ്ങുന്നു. പക്ഷേ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ടാക്സി വിളിക്കുന്നു. ടാക്സിക്കാരനോട് ജഹാംഗീർ ആർട്ട് ഗാലറിയിലേക്ക് പോകാൻ വേണ്ടി പറയുന്നു. അവിടെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ചില നിറങ്ങളൊക്കെ കണ്ടിട്ട് അവൾ പൊട്ടിച്ചിരിക്കുന്നു. തൻ്റെ വസ്ത്രം പോലെ അവൾക്ക് തോന്നുന്നു. അടുത്തുള്ള താടിക്കാരൻ തുറച്ചു നോക്കുന്നു. അവൾക്ക് തോന്നുന്നു ഇനി ഇത് വരച്ച ചിത്രകാരനോ മറ്റോ ആണോ എന്ന് തോന്നുന്നു. അങ്ങനെ അയാളോട് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് പുറത്ത് പോകുന്ന സമയത്ത് അവൾ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നു. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തനിക്കിഷ്ടമുള്ള ഭക്ഷണം ഓർഡർ കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. കോമഡി ഫിലിം കാണാൻ വേണ്ടി പോകുന്നു. ഒരുപാട് കാണാൻ ആഗ്രഹമുള്ള നടൻ്റെ ഫിലിം കാണുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് അപരിചിതനായ ഒരാളുമായിട്ട് കണ്ടുമുട്ടുന്നു. അവർ ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് ആ ഫിലിം കാണുന്നു. എന്നിട്ട് അതിന് ശേഷം പുറത്തേക്ക് കടക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദം.